എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജൂൺ മാസം വരികയാണ്. ഈ ജൂൺ മാസം കന്നിക്കൂറുകാർക്ക്, അതായത് ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിരാശിക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ തൊഴിൽ രംഗം, ബിസിനസ് രംഗം, അതുപോലെ സാമ്പത്തികം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയിലൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ജൂൺ മാസം വരാൻ പോകുന്നത്. ചില പ്രധാന ഗ്രഹമാറ്റങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കന്നിക്കൂറുകാർ ഈ മാസം ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം ഓരോ മേഖലയിലും നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളും ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ആദ്യം തന്നെ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ അവസ്ഥ നോക്കാം. സൂര്യൻ ജൂൺ 15 വരെ 9-ാം ഭാവമായ ഇടവത്തിലും അതിനുശേഷം 10-ാം ഭാവമായ മിഥുനത്തിലേക്കും രാശി മാറുന്നുണ്ട്. ബുധനും ശുക്രനും നിങ്ങളുടെ 10-ാം ഭാവമായ മിഥുനൻ രാശിയിൽ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ഈ മാസത്തെ വലിയൊരു പ്രത്യേകത, നിങ്ങളുടെ 10-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നുണ്ട്. അത് നിങ്ങളുടെ 11-ാം ഭാവമാണ്. അത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗുണം ചെയ്യുന്നതാണ്. ശനി 7-ാം ഭാവമായ മീനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. കണ്ടക ശനിയുടെ ഒരു കാലഘട്ടമൊക്കെയാണ്. വ്യാഴം രാശി മാറുന്നതോടുകൂടി ശനിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നതിനാൽ ശനിദോഷങ്ങളൊക്കെ കുറയുന്നതാണ്. രാഹുവും കേതുവും 6-ാം ഭാവത്തിൽ, രാഹു 6-ാം ഭാവത്തിലും കേതു 12-ാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. ഈ ഗ്രഹസ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ 11-ലെ വ്യാഴവും 10-ലെ ബുധശുക്രന്മാരും നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊക്കെ തരുമ്പോൾ 7-ലെ ശനി ചില കാര്യങ്ങളിൽ ജാഗ്രതയും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഓരോ മേഖലയും പ്രത്യേകമായി പരിശോധിക്കാം. ആദ്യം തന്നെ കരിയറിൻ്റെ കാര്യം നോക്കാം. കന്നിക്കൂറുകാർക്ക് തൊഴിൽപരമായി സമ്മിശ്രമായ ഒരു മാസമായിരിക്കും ഇത്. നിങ്ങളുടെ കർമ്മഭാവമായ 10-ാം ഭാവത്തിൽ രാശിയാധിപനായ ബുധനും ശുക്രനും ഒക്കെ നിൽക്കുന്നത് വളരെയധികം അനുകൂലമാണ്. ജൂൺ 15 ഒക്കെ ശേഷം സൂര്യൻ കൂടി 10-ലേക്കൊക്കെ എത്തുന്നതോടെ തൊഴിൽ രംഗത്ത് നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്ന് അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ ജൂൺ പകുതിക്കൊക്കെ ശേഷം നല്ല അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങൾ എന്താണെന്നാൽ, ശനി 7-ാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ 10-ാം ഭാവത്തെ നോക്കുന്നതിനാൽ ജോലിസ്ഥലത്ത് കടുത്ത മത്സരങ്ങളൊക്കെ നേരിടേണ്ടതായി വരാം. സഹപ്രവർത്തകരുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ ജോലിസ്ഥലത്ത് അനാവശ്യമായ ചർച്ചകൾ, അതുപോലെ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ, ജോലിസ്ഥലത്തെ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ, അതിൽ നിന്നെല്ലാം ഈ മാസം മാറി നിൽക്കുന്നതാണ് നിങ്ങളുടെ കരിയറിന് വളരെയധികം നല്ലത്. ഇനി ബിസിനസ് ചെയ്യുന്ന കന്നിക്കൂറുകാരുടെ കാര്യം നോക്കാം. ബിസിനസ് രംഗത്ത് ഈ മാസം വലിയ പരീക്ഷണങ്ങൾക്കും ഒപ്പം വലിയ ലാഭങ്ങളുമൊക്കെ ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട്. ലാഭസ്ഥാനത്ത് ഉച്ചസ്ഥനായ വ്യാഴമൊക്കെ നിൽക്കുന്നത് കച്ചവടത്തിൽ കൃത്യമായ വരുമാനവും ലാഭവും ഒക്കെ ഉറപ്പു തരുന്നതാണ്. അതുപോലെ ശനി ഒരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. എന്തെന്നാൽ ശനി 7-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം എന്നതാണ്. പങ്കാളിയുമായിട്ടൊക്കെ പണമിടപാടുകളൊക്കെ പൂർണ്ണമായ സുതാര്യതയൊക്കെ സൂക്ഷിക്കുക. അതുപോലെ പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവെക്കുന്നതിന് മുൻപ് ഡോക്യുമെൻറ്റുകളൊക്കെ കൃത്യമായിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വിപണിയിലൊക്കെ പെട്ടെന്നുള്ള മാറ്റങ്ങളൊക്കെ കണ്ട് ഭയപ്പെടാതെ ക്ഷമയോടെയൊക്കെ മുന്നോട്ട് പോയാൽ വിജയിക്കാവുന്നതാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വന്നാൽ, സാമ്പത്തികമായി കന്നിക്കൂറുകാർക്ക് ഈ മാസം വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. 11-ലൊക്കെ വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് ഒന്നിലധികം വഴികളിലൂടെയൊക്കെ വരുമാനം തരുന്നതാണ്. മുൻപ് മുടങ്ങിക്കിടന്ന പണമോ കുടിശ്ശികകളോ ഒക്കെ ഈ മാസം കയ്യിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. 10-ാം ഭാവത്തിൽ ശുക്രൻ്റെ സ്വാധീനമുള്ളത് കാരണം വീട് അലങ്കരിക്കാനോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ വാങ്ങാനോ എന്തെങ്കിലും ആഡംബര കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് പണം ചെലവഴിക്കേണ്ടതായും വരാം. ശ്രദ്ധിക്കേണ്ടത്, കേതു 12-ലും ശനി 7-ലും ഒക്കെ നിൽക്കുന്നതിനാൽ വലിയ തുകകൾക്ക് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കാനോ അല്ലെങ്കിൽ വലിയ തുകകൾ ആർക്കെങ്കിലും കടം കൊടുക്കാനോ ഒക്കെ ഈ മാസം ഉപയോഗിക്കരുത്.
അങ്ങനെ ഉപയോഗിച്ചാൽ അത് തിരികെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ട് ആയേക്കാം. ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ കന്നിക്കൂറുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. കണ്ടകശനിയുടെ ഒരു പ്രഭാവമൊക്കെ ഉണ്ട്. ശനി 7-ാം ഭാവത്തിലൊക്കെ നിൽക്കുന്നത് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ തർക്കങ്ങളൊക്കെ ആയെന്ന് വരാം. അതുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാനും സമയം കണ്ടെത്തേണ്ടതാണ്. എങ്കിലും വ്യാഴത്തിൻ്റെ ഒരു കാരുണ്യം നിങ്ങൾക്കുണ്ട്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടിയൊക്കെ ഉള്ളതിനാൽ വലിയ തകർച്ചകളിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. ആരെങ്കിലും മുതിർന്നവരുടെയൊക്കെ ഇടപെടലൊക്കെ വഴി പ്രശ്നങ്ങളൊക്കെ വളരെ വേഗത്തിലൊക്കെ പരിഹരിക്കപ്പെടുന്നതുമാണ്. അവിവാഹിതരായ ആളുകൾക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകാൻ ചിലപ്പോൾ അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം. എങ്കിലും വ്യാഴം അനുകൂലമൊക്കെ ആയതിനാൽ നല്ല ആലോചനകളൊക്കെ വരാനും സാധ്യതയുണ്ട്. കാലതാമസം ഉണ്ടായാലും ആലോചനകളൊക്കെ ധാരാളം വരുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികളുടെ കാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെയധികം മികച്ച സമയമാണ്. രാശിയാധിപനായ ബുധനൊക്കെ 10-ൽ സ്വന്തം രാശിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് പഠനത്തിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധയൊക്കെ പുലർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ മികച്ച വിജയമൊക്കെ നേടാനും സാധിക്കുന്നതാണ്. ഉന്നത പഠനത്തിന് വിദേശത്തൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴിയും തെളിയുന്നതാണ്. ഇനി ആരോഗ്യകാര്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കന്നിക്കൂറുകാർ അല്പം ജാഗ്രത പുലർത്തേണ്ടതാണ്. ശനിയുടെ 7-ാം ഭാവത്തിലെ നിലയും കേതുവിൻ്റെ 12-ലെ സഞ്ചാരവും ഒക്കെ കാരണം കാലുകളിലോ അല്ലെങ്കിൽ സന്ധികളിലോ ഒക്കെ വേദന, ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഈ മാസത്തെ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് ശുഭഫലങ്ങളൊക്കെ കിട്ടാൻ കന്നിക്കൂറുകാർ ചില ലളിതമായ പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. 7-ലെ ശനിയുടെയൊക്കെ ദോഷം കുറയ്ക്കാൻ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുകയോ അല്ലെങ്കിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതുമൊക്കെ കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കുന്നതാണ്. അതുപോലെ ബുധനാഴ്ചകളിൽ വിഷ്ണു ഭജനം നടത്തുക. കരിയറിലെയും ബിസിനസ്സിലെയും ഒക്കെ തടസ്സങ്ങളൊക്കെ മാറാൻ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ വ്യാഴാഴ്ചകളിൽ അധ്യാപകരെയോ കുടുംബത്തിലെ മുതിർന്നവരെയോ ഒക്കെ സഹായിക്കുകയും അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയും ചെയ്യുന്നത് ഗുണകരമാണ്. ചുരുക്കം പറഞ്ഞാൽ സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങളൊക്കെ തരുമ്പോൾ തന്നെ കുടുംബജീവിതത്തിലും പങ്കാളിത്തത്തിലുമൊക്കെ അല്പം ക്ഷമയും ജാഗ്രതയും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു മാസമാണ് കന്നിക്കൂറുകാർക്ക് 2026 ജൂൺ മാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.